ദൈവാനുഗ്രഹമെന്നാൽ അതെന്താണ്? പ്രിയപ്പെട്ടവരെ, സഭയിലെ പ്രശ്നങ്ങളെയും അവയുടെ പരിഹാരത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് സത്യധ്വനി അധികവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സഭയിൽ നിലനിൽക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ സഭയിൽ സ്വതന്ത്ര ചിന്തകരും സുവിശേഷ സാരം അറിയുന്നവരും ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ സഭയുടെ ചില അബദ്ധ പ്രബോധനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഏതാനും വീഡിയോകളും ഇടയ്ക്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളവയായിരുന്നു ആധ്യാത്മികതയെയും ഭൗതികതയെയും പാപ പുണ്യങ്ങളെയും പ്രാർത്ഥനയെയും ഒക്കെപ്പറ്റി കത്തോലിക്ക സഭ പുലർത്തുന്നതും അഭ്യസിപ്പിക്കുന്നതുമായ അബദ്ധ പ്രബോധനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് സത്യധ്വനി പുറത്തിറക്കിയ 38, 39, 46 എന്നീ എപ്പിസോഡുകൾ. യഥാർത്ഥ മതങ്ങളെയും പുരോഹിത മതങ്ങളെയും വേർതിരിച്ച് അവതരിപ്പിച്ച 24, 25 എപ്പിസോഡുകളും ഈ ഗണത്തിലുള്ളവയായിരുന്നു. സഭാകാര്യങ്ങളെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയും ഒപ്പം തന്നെ ബിബ്ലിക്കലായും നോക്കിക്കാണാൻ ആവശ്യമായ ഒരു നിലപാട് തറ വിശ്വാസി സമൂഹത്തിൽ രൂപപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് കരുതുന്നതിനാലാണ് ജനപ്രിയ വിഷയങ്ങളല്ല എന്നറിയുമ്പോഴും ഇടയ്ക്കിടെ ഇത്തരം വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദൈവാനുഗ്രഹം സംബന്ധിച്ച ആധികാരിക സഭയുടെ നിലപാടുകളിലെ അബദ്ധങ്ങളും ബൈബിൾ വിരുദ്ധതയും തുറന്നു കാട്ടുകയാണ് ഈ എപ്പിസോഡിൽ. യഥാർത്ഥത്തിൽ എന്താണ് ദൈവാനുഗ്രഹം? സ്വതന്ത്രമായി നിരീക്ഷിച്ചാൽ എൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ദൈവപ്രമാണം ഏറ്റവും അധികം ലംഘിക്കുന്നത് ക്രൈസ്തവ പുരോഹിതരാണെന്ന് കാണാം. ദൈവാനുഗ്രഹത്തിൻ്റെ ചില്ലറ മൊത്ത വിൽപ്പനക്കാരായ അവരെ സംബന്ധിച്ച് ദൈവം എന്നത് അവരുടെ ഏജൻസിയുടെ ഒരു ട്രേഡ് മാർക്ക് മാത്രം. എന്നാൽ അവരുടെ ഈ ദുർമാതൃക ഒരു ആഗോളവൽക്കരണ പ്രക്രിയയിൽ എന്ന പോലെ മറ്റെല്ലാ മതങ്ങളും മതസ്ഥരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരാൾ വിജയിയായാൽ നന്ദിപ്രകടനത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ നാമം കടന്നു വരുന്നു. ആദ്യമായി ദൈവത്തിന് നന്ദി, തുടർന്ന് ഗുരുക്കന്മാർക്ക്, ജഡ്ജിമാർക്ക്, മാതാപിതാക്കൾക്ക്, SMS ചെയ്തവർക്ക്. ഒരു ഭാഗ്യം കുറിക്കുന്ന അർക്ക് വീണാൽ അതും ദൈവാനുഗ്രഹം, ദൈവത്തിന് നന്ദി. ഭൂമിയെ ഒരു കച്ചവട ചരക്കാക്കി മറിച്ചു വിറ്റ് ലാഭം കിട്ടുമ്പോൾ അതും ദൈവാനുഗ്രഹം, ദൈവത്തിന് നന്ദി. 50 പേർ യാത്ര ചെയ്ത ബസ് അപകടത്തിൽപ്പെടുകയും ഞാൻ മാത്രം രക്ഷപ്പെടുകയും ചെയ്താൽ അത് മഹാദൈവാനുഗ്രഹം. നന്ദി പ്രകടിപ്പിക്കാൻ നേർച്ച കാഴ്ചകൾ, തീർത്ഥാടനം, തലമുണ്ടനം ചെയ്യൽ. പരീക്ഷകളിൽ, മത്സരങ്ങളിൽ, ഇൻ്റർവ്യൂകളിൽ, കേസുകളിൽ ഒക്കെ വിജയിച്ചാൽ, ജോലി കിട്ടിയാൽ, മന്ത്രിയായാൽ അതെല്ലാം ദൈവാനുഗ്രഹം. ചുരുക്കത്തിൽ ഓരോരുത്തർക്കും വ്യക്തിതലത്തിൽ ലഭിക്കുന്ന ഓരോ ഭൗതിക നേട്ടവുമാണ് ഇന്ന് ദൈവാനുഗ്രഹമായി മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് നാം ആലോചിക്കേണ്ടതില്ലേ? വാസ്തവത്തിൽ ദൈവാനുഗ്രഹമല്ലാത്തതായി ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? മണ്ണ്, വെള്ളം, വായു എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളല്ലാതെ മറ്റെന്താണ്? അവയിൽ നിന്നെല്ലാം ഉരുവപ്പെടുന്ന ജീവൻ എന്ന പ്രതിഭാസം എത്രയോ വലിയ അനുഗ്രഹമാണ്. ജന്തുലോകത്തിന് ജീവവായുവും ഭക്ഷണവും നൽകുന്ന സസ്യലോകം, അതിലെ ഒരു പുൽക്കൊടി പോലും എത്രയോ വലിയ ദൈവാനുഗ്രഹമാണ്. വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയെ നിരന്തരം ജൈവ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ മുതൽ ഇങ്ങോട്ടുള്ള അനന്ത വൈചിത്ര്യമാർന്നതും എണ്ണിയാലൊടുങ്ങാത്തതുമായ ജീവജാലങ്ങൾ ദൈവാനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? അബോധത്തിൽ ആണ്ടുകിടന്നിരുന്ന പഞ്ചഭൂതങ്ങളുടെ ബോധമുള്ള മനുഷ്യനിലേക്കുള്ള അത്ഭുതകരമായ രൂപാന്തരം എത്രയോ വലിയ ദൈവാനുഗ്രഹമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന് ഗർഭപാത്രം എന്ന പോലെ ഇക്കണ്ടതും കാണാത്തതുമായ അനന്ത ജീവജാലങ്ങൾക്കും അതിസുരക്ഷിതത്വം നൽകി വിരാജിക്കുന്ന ഈ വിശ്വപ്രകൃതി എത്രയോ മഹത്തായ ഒരു ദൈവാനുഗ്രഹമാണ്. മനുഷ്യനെ മാത്രമെടുത്താൽ ഒരു മനുഷ്യനായിരിക്കുക എന്നത് തന്നെ എത്രയോ വലിയ അനുഗ്രഹമാണ്. മറ്റൊരു ജീവിക്കും ഉള്ളതായി കാണാത്ത ഞാൻ ഉണ്ട് എന്ന അസ്തിത്വബോധം മനുഷ്യജന്മത്തെ എത്രയോ അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ജന്തുസഹജമായ ശാരീരിക മാനത്തോടൊപ്പം മാനസികവും ആത്മീയവുമായ മാനങ്ങൾ കൂടി നൽകപ്പെട്ട മനുഷ്യജന്മം എത്രയോ ഉദാത്തമായ അനുഗ്രഹമാണ്. സ്നേഹിക്കാൻ മനസ്സിൽ ഒരു ഹൃദയം നൽകപ്പെട്ട ഓരോ മനുഷ്യനും എത്രയോ അനുഗ്രഹീതനാണ്. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് ജീവിതത്തെ ഒരു മതചഷകമെന്നോണം അനുഭൂതിദായകമാക്കിയിരിക്കുന്നു എന്നത് എന്തു വലിയ ദൈവാനുഗ്രഹമാണ്. അതുല്യ വ്യക്തിത്വങ്ങൾ ആക്കാൻ പോരുന്ന സവിശേഷ സിദ്ധിവൈഭവങ്ങളാലും ശേഷികളാലും ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നത് എത്രയോ അത്ഭുതകരമായ ദൈവാനുഗ്രഹമാണ്.
ഇങ്ങനെ സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും വ്യക്തിതലത്തിലും ആഗമനതലത്തിലും ദൈവാനുഗ്രഹം പാരാവാരം പോലെ തിരതല്ലി കവിഞ്ഞൊഴുകുമ്പോഴാണ് അതൊന്നും കാണാതെ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി എന്ന പോലെ ദൈവാനുഗ്രഹത്തിനായി മനുഷ്യൻ ദാഹിച്ചു വലയുന്നത് എന്നോർക്കുക. ഈ വിരോധാഭാസത്തിന്റെ കാരണമന്വേഷിച്ചാൽ ഈ വിശ്വപ്രകൃതിയെയും അതിലെ സമസ്ത ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഉൾക്കണ്ണിന് തിമിരം ബാധിച്ചത് മൂലമാണെന്ന് കാണാം. മനുഷ്യന് മാത്രം ലഭ്യമായ ആകമാന അസ്തിത്വബോധത്തിൽ നിന്ന് സ്വയം വെട്ടിമാറ്റി അവനവൻ കേന്ദ്രീകൃതമായ വിഭാഗീയവും സങ്കുചിതവും വ്യാജവുമായ ഒരസ്തിത്വബോധത്തിലേക്ക് മനുഷ്യൻ ചുരുങ്ങിക്കൂടിയിരിക്കുന്നു. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുന്തിരിവള്ളിയിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുന്ന ശാഖകളുടെ ആത്മഹത്യാപരമായ നിലപാടിലേക്ക് മനുഷ്യൻ നയിക്കപ്പെട്ടിരിക്കുന്നു. തായ്ച്ചെടിയുമായുള്ള ബന്ധം മുറിച്ചു മാറ്റിയ ശാഖകൾ വെള്ളവും വളവും കിട്ടാതെ ഉണങ്ങിപ്പോകുന്നത് പോലെ ആകമാന ഉണ്മയിൽ നിന്ന് സ്വയം വേർപെടുത്തി സ്വകാര്യമാത്ര പരിധിയിൽ അഭിരമിക്കുന്ന മനുഷ്യനും നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന അനുഗ്രഹ കടലിൽ നിന്ന് ഒന്നും ലഭിക്കാതെ പോകുകയാണ്. മനുഷ്യന്റെ സാർവത്രികമായ അസ്തിത്വബോധത്തിന്റെ സ്വകാര്യവൽക്കരണമാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. തുടർന്ന് നിരീക്ഷിച്ചാൽ മനുഷ്യനെ സാർവത്രിക ദർശനത്തിലേക്ക് വഴി നടത്താൻ നിയോഗിക്കപ്പെട്ടവരുടെ കൃത്യവിലോപമാണ് അതിന് പിന്നിലുള്ളതെന്ന് കാണാം. വീണ്ടും നോക്കിയാൽ മനുഷ്യനെ അവൻ്റെ കേവലം വ്യക്തിബോധത്തിൽ നിന്ന് ആകമാന സത്താബോധത്തിലേക്ക് നയിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരെ പിന്തള്ളി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഇങ്ങേ ലോകത്ത് വ്യക്തിഗത നേട്ടങ്ങളും അങ്ങേ ലോകത്ത് വ്യക്തിഗത സ്വർഗവും വാഗ്ദാനം ചെയ്ത് കടന്നു വന്ന് മതരംഗം കീഴടക്കിയ പൗരോഹിത്യമാണ് മനുഷ്യനെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചതെന്ന് കൃത്യമായി തന്നെ കാണാനാകും. ആകമാന അസ്തിത്വബോധമാണ്, ആ ബോധത്തിൽ ഉദയം കൊള്ളുന്ന പരസ്പര സ്നേഹമാണ്, പരാർത്ഥതാഭാവമാണ് ആത്മീയത. അവനവൻ കേന്ദ്രീകൃതമായ അസ്തിത്വബോധവും അതിൽ നിന്ന് ഉദയം കൊള്ളുന്ന അവനവനിസ മനോഭാവവുമാണ് അഥവാ സ്വകാര്യമാത്രപരതയാണ് ഭൗതികത. ഈ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന വിധത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന്റെ ഭൗതിക മനോഭാവത്തിന്റെ നിദർശനങ്ങളാണെന്ന് കാണാം. യേശുവിന് പിശാച് വാഗ്ദാനം ചെയ്ത തരത്തിലുള്ള അഥവാ മാമോൻ സേവയുടെ ഫലമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ദൈവാനുഗ്രഹങ്ങളായി മനുഷ്യനെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന്. മനുഷ്യൻ വ്യക്തിപരമായി നേടേണ്ട ദൈവാനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, യേശു പ്രഖ്യാപിച്ചിട്ടുള്ള സുവിശേഷ സൗഭാഗ്യങ്ങൾ തന്നെയാണ് യഥാർത്ഥ ദൈവാനുഗ്രഹങ്ങൾ. അതിൽ ആദ്യമായി പറയുന്നത് ആത്മാവിൽ ദരിദ്രർ സൗഭാഗ്യന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നാണ്. ആകമാന ഉണ്മയിൽ അഥവാ ദൈവിക സത്തയിൽ വിലയം പ്രാപിക്കുക എന്നതാണ് സ്വർഗീയ അവസ്ഥ. സ്വയം ശൂന്യവൽക്കരിക്കാതെ ഞാൻ ഭാവം അഥവാ ഈഗോ കൈവടിയാതെ ആകമാന സത്തയിൽ ദൈവത്തിൽ വിലയം പ്രാപിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ കേന്ദ്രം എന്നിലല്ല, ആകമാന സത്തയിലാണ് എന്ന് തിരിച്ചറിയൂ. ആത്മാവിൽ ദാരിദ്ര്യം ഭരിച്ച് സ്വയം ഇല്ലാതായി ആ സത്തയിൽ ദൈവത്തിൽ വിലയിച്ചൊന്നായി അദ്വൈത അനുഭവത്തിലെത്തി അനുഗ്രഹീതനാകൂ എന്നാണ് ഇവിടെ യേശു ഉപദേശിക്കുന്നത്. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ പരമോന്നത പടിയാണ്. അവിടെ എത്തിച്ചേരാൻ ദൈവമനുഷ്യരും ആധ്യാത്മിക ആചാര്യന്മാരുമാകാൻ എല്ലാവർക്കും കഴിക്കുന്നു വരില്ല. കാരണം അതിനാവശ്യമായ 5 താലന്ത് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവരാജ്യ സൃഷ്ടിക്ക് ഉപകരണങ്ങളായി മാറാൻ ആവശ്യമായ മനോഭാവങ്ങൾ ആർജിച്ചും അതിനുവേണ്ടി പ്രയത്നിച്ചും അനുഗ്രഹീതരാകാനുള്ള പൊതു ഉപദേശങ്ങളാണ് അദ്ദേഹം തുടർന്നു നൽകുന്നത്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് രണ്ടാമത് പറയുന്നത്. തീർച്ചയായും ഇത് അവനവൻ്റെ കാര്യങ്ങളെ ഓർത്തുള്ള വിലാപമല്ല. കാരണം തനത് ആവശ്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് ജീവിതം പാഴാക്കരുതെന്നും ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും തേടിയാൽ മതി, മറ്റെല്ലാം ഓരോരുത്തർക്കും ലഭ്യമായിക്കൊള്ളും എന്നുമാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ ഇല്ലായ്മ വല്ലായ്മകളെ ഓർത്തുള്ള വിലാപമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരായിക്കൊണ്ട് അനുഗ്രഹീതരാകൂ എന്നാണ് ഇവിടെ യേശു പറയുന്നത്. സൗമ്യശീലം, നീതിബോധം, കാരുണ്യം, ഹൃദയശുദ്ധി എന്നീ മനോഭാവങ്ങൾ അറിയിച്ച് ഭാഗ്യവാന്മാരാകൂ, അനുഗ്രഹീതരാകൂ എന്നാണ് തുടർന്നുള്ള ഉപദേശങ്ങൾ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവരാജ്യത്തിന് വേരോട്ടമുണ്ടാകണമെങ്കിൽ ഈ മനോഭാവങ്ങളെല്ലാം ജനങ്ങളിൽ വ്യാപകമാകേണ്ടിയിരിക്കുന്നു. ഓരോ മനുഷ്യനും അവനിലേക്ക് ചുരുങ്ങിക്കൂടി മുരടിച്ചു പോകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അവരിലേക്ക് മനസ്സും ഹൃദയവും വിടർത്തി മാനുഷ്യഭാവങ്ങളുടെ സുഗന്ധം പരത്തേണ്ടിയിരിക്കുന്നു. ഏത് ജീവിതത്തുറയിലുള്ളവർക്കും ഒരു താലന്ത് മാത്രം കിട്ടിയവർക്കും ഈ മനോഭാവങ്ങൾ ആർജിച്ച് അനുഗ്രഹീതരാകാം. ദൈവരാജ്യ സൃഷ്ടിക്ക് ദൈവവുമായി സാൽമ്യം പ്രാപിച്ച ദൈവമനുഷ്യരും
മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട ബഹുജനവും മാത്രം മതിയാവുകയില്ല. എഞ്ചിനീയറും സാധന സാമഗ്രികളും ഉണ്ടായാൽ മാത്രം പോരാ, പണിക്കാർ കൂടി ഉണ്ടായാലേ വീട് നിർമ്മാണം നടക്കൂ എന്നതുപോലെ ദൈവരാജ്യ സൃഷ്ടിക്ക് സ്വയം സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്ന വേലക്കാർ കൂടി വേണം. അത്തരം പ്രവർത്തകരാകുന്നതിലെ ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് യേശു അവസാനം പറയുന്നത്. സമാധാനം സ്ഥാപിക്കാൻ യത്നിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നും നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവരുടേതാണ് സ്വർഗരാജ്യം എന്നുമാണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്. സഭയിലും സമൂഹത്തിലും നീതിക്കും സമാധാനത്തിനും വേണ്ടി സ്വയം മറന്ന് പ്രവർത്തിക്കൂ, ദൈവപുത്രന്മാരും സ്വർഗരാജ്യത്തിന് അവകാശികളുമാകൂ എന്നാണ് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെയൊന്നും ആർക്കും വ്യക്തിപരമായി യാതൊരു ഭൗതിക നേട്ടവും ഉണ്ടാകുന്നില്ല എന്നോർക്കുക. തങ്ങൾക്ക് നൽകപ്പെട്ട താലന്തുകൾ അതെത്രയാണെങ്കിലും വർദ്ധിപ്പിച്ച് പരസ്പരാനന്ദകരമായ ഒരു നവലോക സൃഷ്ടിക്ക്, ദൈവരാജ്യ നിർമ്മിതിക്ക് ഉപയുക്തരാക്കുന്നവർ മാത്രമാണ് യേശുവിൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. ഇതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് യേശുവിനെ പിശാച് പ്രലോഭിപ്പിച്ച അതേ ശൈലിയിൽ മനുഷ്യരെ ഭൗതിക ആർത്തികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, കേവലം ഉദരംഭരികളാക്കിക്കൊണ്ടിരിക്കുന്ന സഭാ നിലപാടുകളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ വിമർശനാത്മകമായി പരിശോധിച്ച് നോക്കേണ്ടതില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആധികാരിക സഭ പ്രോത്സാഹിപ്പിക്കുന്ന നൊവേനകൾ പോലുള്ള ആചാരങ്ങളും കൃപാസനം പോലുള്ള പ്രസ്ഥാനങ്ങളും മനുഷ്യരെ കൂടുതൽ കൂടുതൽ തൻകാര്യ വ്യഗ്രതയിലേക്കും അങ്ങനെ ഭൗതിക മനോഭാവത്തിലേക്കും നയിക്കുകയല്ലേ ചെയ്യുന്നത് എന്നും ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അധികാരരൂപിയായ നിലവിലെ കത്തോലിക്ക സഭയെ പരസ്പരം ശ്രമിക്കുന്നവരുടെയും സ്നേഹ സംവാദത്തിലൂടെ ഒന്നിച്ച് കൈകോർത്ത് സഞ്ചരിക്കുന്നവരുടെയുമായ ഒരു സിനഡൽ കൂട്ടായ്മ സംവിധാനത്തിലേക്ക് പരിണമിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സഭാസമൂഹം ആധ്യാത്മികത സംബന്ധിച്ചും ദൈവാനുഗ്രഹം എന്നാൽ എന്ത് എന്നത് സംബന്ധിച്ചുമൊക്കെ തെളിഞ്ഞ കാഴ്ചപ്പാടുള്ളവരായും ഉന്നത ശീർഷരായും നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ മാത്രമേ സഭാധികാരികൾക്കൊപ്പം തലയുയർത്തി നിൽക്കാനും തെറ്റായ സഭാ സമീപനങ്ങളെ തിരുത്താനും സഭാപൗരന്മാർക്ക് സാധിക്കൂ. കൂടാതെ സഭാധികാരികളിലെല്ലാം വന്നു ഭവിച്ചിരിക്കുന്ന അധികാരഭാവത്തെയും അൽമായ സമൂഹത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന അപകർഷതാ ബോധത്തെയും നിർവീര്യമാക്കി കൂട്ടായ്മ സഭാ സംവിധാനത്തിലേക്ക് സഭയെ നയിക്കാനും 99% വരുന്ന ആത്മായ സമൂഹത്തിൻ്റെ ബൗദ്ധികവും ആശയപരമായ വളർച്ച ഒരു ഘടകം തന്നെയാണ് എന്നും പറയട്ടെ. നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.